അപ്പോൾ യെസ് 3 മാർക്കിന് വരാവുന്ന പ്രയോഗ ഭംഗി എന്ന് പറയുന്ന ചോദ്യത്തിന് എങ്ങനെ ഉത്തരം കൊടുക്കാം എന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് കവിതകളിൽ നിന്നായിരിക്കും പ്രയോഗങ്ങൾ തരിക, അല്ലെങ്കിൽ നമ്മുടെ പാഠഭാഗത്തിൽ കഥകളിൽ നിന്നൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ കാണിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സന്ദർഭത്തിന് യോജിച്ച പ്രയോഗങ്ങൾ ഉണ്ടായിരിക്കും. ആ സന്ദർഭത്തിന്റെ വ്യാപ്തി മനസ്സിലാകുന്ന അതെങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം, ഉത്തരം നൽകാമെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ. കർഷകരുടെ ആ ഒരു കൂട്ടായ്മയാണ്, അവരുടെ മനസ്സിലെ ആ ഒരു ദൃഢതയാണ് നമുക്ക് ഈ വരികളിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. തൊഴിലാളികളുടെ അസാമാന്യമായിട്ടുള്ള കർമ്മശേഷി, പ്രവൃത്തി ചെയ്യാനുള്ള, ജോലി ചെയ്യാനുള്ള അവരുടെ ആ ഒരു ആത്മധൈര്യം അല്ലെങ്കിൽ കഴിവാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏത് വെല്ലുവിളിയെയും മറികടക്കാനും ലക്ഷ്യം നേടാനുമുള്ള ആത്മവിശ്വാസം ഇവർക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് വരികളിൽ നിന്നും മനസ്സിലാകുന്നത്. അണിയായി അണിയായി വേലക്കാരവർ അടിവെച്ചണയുമ്പോൾ, അണിയായിട്ടല്ലേ ഒരേപോലെ നിരന്നിട്ട് ഒറ്റ മനസ്സോടുകൂടി വരുന്ന ആ ഒരു വരവിനെയാണ് ഇവിടെ പറയുന്നത് അല്ലെ. ദൃഢനിശ്ചയത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. അവർ ഒരു ലക്ഷ്യത്തിലേക്ക് അചഞ്ചലമായിട്ട് മുന്നേറുകയാണ്. അണിയായി അണിയായി എന്ന പ്രയോഗം ഒറ്റക്കെട്ടായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ രീതിക്കായിരിക്കും പ്രയോഗങ്ങളുടെ അർത്ഥം നമ്മൾ പറയാം. അപ്പൊ എല്ലാവരും ലൈവൊക്കെ കാണണം. അതുപോലെ തന്നെ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.